ഡൽഹിയിൽ സമരം നടത്തിയവർക്കെതിരെ മോശം പരാമർശം നടത്തിയ RSS സഹയാത്രികൻ CG മോഹൻദാസിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. അധിക്ഷേപം, കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയ യുവാക്കൾക്കെതിരെ യൂട്യൂബ് ചാനലിലാണ് മോഹൻദാസ് മോശം പരാമർശം നടത്തിയത്. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് കേസ്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടിരുന്നു. 100-ലധികം പരാതികളാണ് മോഹൻദാസിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ ലഭിച്ചത്. ഡൽഹിയിലെ CJP പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു മോഹൻദാസിന്റെ ആഹ്വാനം. വിവാദ പ്രസ്താവനയ്ക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിൽ സൈബർ സെൽ IGP പ്രകാശിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നത്. പരാമർശം വിവാദമായതോടെ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ തള്ളി നേതൃത്വം തന്നെ രംഗത്തെത്തി. പ്രതിഷേധത്തെക്കുറിച്ചുള്ള TG മോഹൻദാസിന്റെ പരാമർശം വ്യക്തിപരമാണെന്നും RSS അതിനോട് യോജിക്കുന്നില്ലെന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലകളും നിലവിൽ TG മോഹൻദാസ് വഹിക്കുന്നില്ലെന്നും RSS വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമെന്നും സമരത്തിനെത്തുന്ന പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെട്ടു വരുന്നവരാണെന്നും മോഹൻദാസ് ആക്ഷേപിച്ചിരുന്നു. എനിക്ക് ഈ സാഹചര്യം കയ്യിൽ കിട്ടിയാൽ 4 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞുപോകാൻ 3 തവണ മൈക്കിൽ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേർ മരിക്കും. കുറെ പേർ മരിക്കില്ല. കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ശവങ്ങൾ പെറുക്കിക്കൂട്ടി ആശുപത്രിയിൽ എത്തിക്കുമെന്നായിരുന്നു TG മോഹൻദാസിന്റെ വീഡിയോ. പ്രക്ഷോഭ സ്ഥലത്ത് നിന്ന് പോലീസിനെ പൂർണ്ണമായും പിൻവലിച്ച് സമരക്കാർക്ക് വിട്ടു നൽകിയാൽ അവിടെ കൊലപാതകങ്ങളും കൂട്ടബലാത്സംഗങ്ങളും നടക്കുമെന്നും ദൈവാനുഗ്രഹം കൊണ്ട് ആരും അതിൽ പരാതിപ്പെടില്ല എന്നും ഇയാൾ പറഞ്ഞിരുന്നു. ഡൽഹിയിൽ കൂട്ടബലാത്സംഗം നടക്കും. അതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് അവിടെയുള്ളത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുജന വിഭാഗത്തിൽപ്പെട്ടവർ. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തുകഴിഞ്ഞു അടുത്ത രക്തസാക്ഷികളായി മാറും എന്നായിരുന്നു ഇയാളുടെ പരാമർശം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.